എല്ലാ അർത്ഥത്തിലും തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണത്തെ മറന്നുകൊണ്ട്, പ്രയാസങ്ങളെ മറന്നുകൊണ്ട് ആത്മീയമായ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്കാണ് വ്രതത്തിലൂടെയും രാത്രിയിലുള്ള സുദീർഘമായ നമസ്കാരങ്ങളിലൂടെയും വിശ്വാസികൾ എത്തിച്ചേരുന്നത്. ഈ മാസത്തിൻ്റെ മറ്റൊരു സവിശേഷത, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പുണ്യങ്ങളുടെ വസന്തകാലമായ റമളാനിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ചില ചിന്തകൾ, ആലോചനകൾ നമുക്കനിവാര്യമാണ്. മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യം നിർണയിക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒട്ടനവധി ആരാധനാകർമ്മങ്ങളുണ്ട്. ആ ആരാധനാകർമ്മങ്ങൾ കേവലമായ അനുഷ്ഠാന മുറകൾ മാത്രമല്ല, മറിച്ച് ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, അതേപ്രകാരം തന്നെ സത്യസാക്ഷ്യവാചകമായ കലിമത്തു ഷഹാദത്താകട്ടെ, ഇതിനോരോന്നിനും അതനുഷ്ഠിക്കുന്നതിലൂടെ കൃത്യമായ ലക്ഷ്യം ഇസ്ലാം മുന്നിൽ കാണുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഭക്ഷണമെന്നുള്ളത്. അക്കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. ആ ആഹാരം സമ്പാദിക്കുന്നത് ഉത്തമമായ വഴിയിലൂടെയാകണം. ഏറ്റവും നല്ലതേ മനുഷ്യൻ കഴിക്കാൻ പാടുള്ളൂ. കുലു മിന ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിങ്ങൾ ഏറ്റവും ഉത്തമമായത് ഭക്ഷിക്കുക എന്നുള്ള ദൈവിക കൽപ്പന. അതേപ്രകാരം തന്നെ ഹലാലൻ ത്വയ്യിബൻ, അനുവദനീയമായതും ഉത്തമവുമായിരിക്കണം തുടങ്ങിയിട്ടുള്ള കൽപ്പനകളെല്ലാം ഇതാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. ഈ ആഹാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായ ആവശ്യമാണെങ്കിൽ, അത് ജീവിതത്തിന് അനിവാര്യമാണെങ്കിൽ, ഏറ്റവും അനിവാര്യമായ ആഹാരത്തെ നിർണിത സമയം സ്രഷ്ടാവായ നാഥൻ്റെ തൃപ്തിക്കു വേണ്ടി മാറ്റിവെക്കാനുള്ള പരിശീലനമാണ്. അതിലൂടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളെപ്പോലും, അത്യാവശ്യങ്ങളെപ്പോലും തൻ്റെ സ്രഷ്ടാവായ റബ്ബിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പരിശീലനമാണ് നോമ്പിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. അറബി ഭാഷയിൽ സൗം എന്നാണ് അതിന് പ്രയോഗിക്കുന്നത്. നോമ്പിനെക്കുറിച്ച് പറയുന്നത് സൗം എന്നത് പിടിച്ചുവെക്കലാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളെ പിടിച്ചുവെക്കാനുള്ള പരിശീലനമാണ്. റമളാൻ മാസത്തിലാണ് നോമ്പ്. ആ പദം സൂചിപ്പിക്കുന്നത് കരിച്ചു കളയുന്നത് എന്നതാണ്. തിന്മകളെ കരിച്ചു കളയുന്ന മാസമാകുന്നു പരിശുദ്ധമായ റമളാൻ. അങ്ങനെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനായി മനസ്സിനെയും ശരീരത്തെയും തിന്മകളിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള പരിശീലനം നേടിക്കൊണ്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് ഈ ആരാധനാമുറയിലൂടെ പരിശുദ്ധ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അനുഷ്ഠാനങ്ങൾക്ക് പൊതുവെ സാമൂഹികമായ ഒരു തലമുണ്ടാകും. പക്ഷെ നോമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സമൂഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അനുഷ്ഠിക്കുമ്പോഴും അത് ഏറ്റവും പ്രധാനമായി വ്യക്തി കേന്ദ്രീകൃതമാണ് എന്നതാണ്. ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പുറമെ നിന്ന് ഒരാൾക്ക് വിലയിരുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിൻ്റെ വ്യക്തി കേന്ദ്രീകൃതമായ തലമാണ് പ്രവാചകൻ്റെ വചനം നമുക്ക് വ്യക്തമാക്കുന്നത്. അള്ളാഹു പറഞ്ഞതായി അവിടുന്ന് പറഞ്ഞു, അസ്സൗമുലി വ അന അജസീബി, തീർച്ചയായും നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്നത്. വ്യക്തി ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഒരു വിശ്വാസി അനുഷ്ഠിക്കുന്ന ആരാധനയാണ് നോമ്പ് എന്നതാണ് അതിൻ്റെ സവിശേഷത. അങ്ങനെ ഈ ആരാധനയിൽ പങ്കാളിയാകുന്നതോടുകൂടി അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇച്ഛയേക്കാൾ, ദേഹത്തിൻ്റെ ഇച്ഛയേക്കാൾ സ്രഷ്ടാവിൻ്റെ ഇച്ഛ വലുതായിത്തീരുകയാണ്. എവിടെ തൻ്റെ ഇച്ഛ മറ്റേതിനേക്കാളും വലുതാകുന്നോ അവിടെയാണ് മനുഷ്യൻ തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകുന്നത്. എന്നാൽ തൻ്റെ ഇച്ഛകളെക്കാളും തന്നെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ ഇച്ഛ, അവൻ്റെ കൽപ്പന വലുതാകുമ്പോൾ മനുഷ്യൻ ചെറുതായിത്തീരുകയാണ്. മനുഷ്യൻ അവൻ്റെ ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് നോമ്പിലൂടെ സാധ്യമായിത്തീരുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തൻ്റെ മനസ്സിൻ്റെ ഇച്ഛകളെക്കാളും
തൻ്റെ സ്രഷ്ടാവായ റബ്ബിൻ്റെ ഇച്ഛകളെ വലുതായി കാണാനും ആ നിർദ്ദേശങ്ങളെ പിന്തുടരാനുമുള്ള സന്നദ്ധതയാണ് വ്യക്തിജീവിതത്തിൽ നോമ്പ് ഉണ്ടാക്കി തീർക്കുന്നത്. അതേ വിധത്തിൽ തന്നെ പകലിൽ പട്ടിണി കിടക്കുന്നത് പോലെ തന്നെ രാത്രിയിലും ദീർഘമായി നിന്നുകൊണ്ടുള്ള നമസ്കാരമാണ് ഈ മാസത്തിൻ്റെ സവിശേഷത. ഉറക്കം മനുഷ്യന് അനിവാര്യമാണ്. ആ ഉറക്കിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന സമയത്തിൻ്റെ വലിയൊരു ഭാഗം ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെയും വ്യക്തി താൽപ്പര്യത്തേക്കാൾ തൻ്റെ സ്വയം ഇഷ്ടത്തേക്കാളും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ തൃപ്തിയും നേടാൻ വേണ്ടി സുദീർഘമായ സമയം നിന്നുകൊണ്ടുള്ള നമസ്കാരത്തിൽ, ആരാധനയിൽ വിശ്വാസി ഇടപെടുകയാണ്, അതിൽ പങ്കാളിയായിത്തീരുകയാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി തീർച്ചയായും ഉറക്കത്തേക്കാളും വലുതാണ് എനിക്കെൻ്റെ റബ്ബിൻ്റെ ഇഷ്ടവും തൃപ്തിയും എന്ന ബോധം അവനിൽ വളർന്നു വരുന്നു. അതുമാത്രവുമല്ല, ശാന്തമായ സന്ദർഭങ്ങളിൽ ഏകാന്തനായിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനകളിലൂടെ അവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടുള്ള സുദീർഘമായ നമസ്കാരത്തിലൂടെ മനഃശാന്തി നേടിയെടുക്കാൻ, ശാരീരികവും മാനസികവുമായ കരുത്ത് നേടാൻ ഒരു വിശ്വാസിക്ക് സാധ്യമായിത്തീരുന്നു. രാത്രി നമസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണത്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. തീർച്ചയായും രാത്രിയിലുള്ള നിന്ന് നമസ്കാരം അത് കൂടുതൽ ഉന്മേഷം നൽകുന്നതും അതേപ്രകാരം വാക്കിനെ ശക്തിപ്പെടുത്തുന്നതുമാണ്. കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള, ആശയവിനിമയത്തിനുള്ള മനുഷ്യൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതും ശാരീരികവും മാനസികവുമായ കൂടുതൽ ഊർജവും ഓജസ്സും മനുഷ്യന് നൽകുന്നതുമായ അനുഷ്ഠാനമാണ് പ്രത്യേകിച്ചും റമദാനിൽ സംഘമായി കൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന. മറ്റെല്ലാ സന്ദർഭങ്ങളിലും പ്രവാചക ചര്യ അനുസരിച്ചുകൊണ്ട് മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട രാത്രി നമസ്കാരം എന്നുള്ളത്. അതാണ് ഈ മാസത്തിൽ കൂടുതലായിക്കൊണ്ട് വിശ്വാസികൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണത്തെ മറന്നുകൊണ്ട്, പ്രയാസങ്ങളെ മറന്നുകൊണ്ട് ആത്മീയമായ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്കാണ് വ്രതത്തിലൂടെയും രാത്രിയിലുള്ള സുദീർഘമായ നമസ്കാരങ്ങളിലൂടെയും വിശ്വാസികൾ എത്തിച്ചേരുന്നത്. ഈ മാസത്തിൻ്റെ മറ്റൊരു സവിശേഷത പുണ്യകർമ്മങ്ങൾക്കെല്ലാം പല മടങ്ങ് പ്രതിഫലമുണ്ട് എന്നതാണ്. നോമ്പ് പോലെ നമസ്കാരം പോലെ തന്നെ പ്രധാനമാണ് സാമ്പത്തികമായ മേഖലയിലുള്ള ബാധ്യതാ നിർവഹണം. ഇസ്ലാം ഏറെ പ്രാധാന്യപൂർവ്വം കൽപ്പിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് സക്കാത്ത് എന്നത്. വളർച്ച എന്നും വിശുദ്ധി എന്നും ആ വാക്കിനർത്ഥമുണ്ട്. അത് വളരെ അർത്ഥവത്താണ്. കാരണം സക്കാത്ത് നൽകുമ്പോൾ സമ്പത്ത് കുറയുകയല്ല, വളരുകയാണ്. സക്കാത്ത് നൽകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. കാരണം തൻ്റേതല്ല ഇത് പാവപ്പെട്ടവൻ്റെ വആതു ഹഖഹു യൗമ ഹസാദിഹി എന്ന് വിളവിൻ്റെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചതായി കാണാം. ഹക്കാണത്, മറ്റുള്ളവരുടെ അവകാശമാണ്, നിൻ്റേതല്ല. നിൻ്റെ പോക്കറ്റിലിരിക്കുന്നുവെങ്കിലും അത് മറ്റുള്ളവരുടെ അവകാശമാണ്. അതുകൊണ്ട് ആ അവകാശത്തെ കൊടുത്തു വീടുക വഴി തീർച്ചയായും സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ സമീപനം അത് ശുദ്ധീകരിക്കപ്പെടുകയാണ്, മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നൽകൽ വഴി സമ്പത്തിൻ്റെ വളർച്ച, വ്യക്തിജീവിതത്തിൽ ആ സമ്പത്ത് വളരുന്നു. കാരണം മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് മനുഷ്യൻ വിധേയനാകുന്നു. അല്ലാഹുമ്മഅ്തി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ ചിലവഴിക്കുന്നവന് കൂടുതൽ പകരം നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സക്കാത്തും സ്വതക്കയും സമ്പത്തിൽ കുറവ് വരുത്തുകയല്ല, സമ്പത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുകയാണ്. അതോടൊപ്പം അതിൻ്റെ ഒരു ഉപലക്ഷ്യമെന്നോണം സമൂഹത്തിലെ പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണി പരിഹരിക്കാൻ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഈ സാമ്പത്തിക സഹായങ്ങൾ കാരണമായിത്തീരുന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യനുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവനെ സ്വാർത്ഥനാക്കുന്ന സമ്പത്തിനോടുള്ള സമീപനത്തെ ശുദ്ധീകരിക്കുകയാണ് സക്കാത്തിലൂടെയും സദഖയിലൂടെയും ഇസ്ലാം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബോധം ഉൾക്കൊണ്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതയ്ക്ക് അതവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെ കൂടി ഈ നോമ്പ് ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അതോടൊപ്പം ആരാധനകൾ അനുഷ്ഠിക്കുന്നത് സംഘമായിട്ടാണ്, നമസ്കാരം നിർവഹിക്കുന്നത് സംഘമായിട്ടാണ്.
ഈ സംഘബോധവും വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നന്മകളിൽ ഒന്നിച്ചു പങ്കാളികളാവുക എന്നത്, ഞാൻ എന്നതിനപ്പുറം ഞങ്ങൾ എന്ന ബോധം സൃഷ്ടിച്ചെടുക്കുക എന്നത്, അതുവഴി അവൻ്റെ പട്ടിണി എൻ്റെ പട്ടിണിയാണെന്നും അവൻ്റെ വേദന എൻ്റെ വേദനയാണെന്നും അവൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പോലെ പ്രധാനമാണ്, ഞാനത് പരിഹരിക്കുന്നതിൽ പങ്കാളിയാകണമെന്നും തുടങ്ങി ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഞങ്ങളെന്ന ബോധം ഈ ആരാധനകളെല്ലാം മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. നോമ്പിൻ്റെ പരിസമാപ്തിയിലേക്കെത്തുമ്പോൾ നൽകുന്ന ആ നോമ്പിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള ഫിത്ർ സക്കാത്ത് എന്ന സംവിധാനം പോലും പെരുന്നാളിൻ്റെ ദിവസവും ഒരാളും പട്ടിണി കിടക്കുകയില്ല എന്ന് ഉറപ്പ് വരുത്തക്കത്തക്ക വിധത്തിലുള്ള മാനവീയതയുടെ ഒരു സന്ദേശം കൂടി നമുക്ക് അതിൽ കാണാൻ സാധ്യമാകുന്നതാണ്. ഇങ്ങനെ സമ്പൂർണമായ നന്മയുടെ വിളവെടുപ്പ്, നന്മയുടെ വളർത്തിയെടുക്കലാണ് നോമ്പിലൂടെ സാധ്യമായി തീരുന്നത്. പരിശുദ്ധ റമദാനിനെ ആ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ മാസത്തിൻ്റെ പുണ്യത്തിൻ്റെ കാരണം ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്നു എന്നതാണ്. മനുഷ്യനോട് അഫലായ അഖിലൂൻ, അഫലായ യസ്മഊൻ, അഫലായ തദബ്ബറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന, ബുദ്ധിയോട് സംസാരിക്കുന്ന, അറിവിനെ ഉയർത്തിപ്പിടിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അത് കൂടുതൽ കൂടുതൽ പാരായണം ചെയ്യുക വഴി അറിവിൻ്റെ സാഗരങ്ങളിലേക്ക് ഊളിയിടുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത്. ആദ്യവും അന്ത്യവുമില്ലാത്ത ലോകത്തിൻ്റെ സൃഷ്ടാവായ നാഥൻ മനുഷ്യ സമൂഹത്തിൻ്റെ യഥാർത്ഥ മോക്ഷത്തിനു വേണ്ടി അവതരിപ്പിച്ച ആ മഹത്തായ ഗ്രന്ഥവുമായി കൂടുതൽ കൂടുതൽ അടുക്കാൻ നമുക്ക് സാധ്യമാകണം. നീണ്ട പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പിന്നിട്ട് കഴിഞ്ഞ ശേഷവും ഈ ഗ്രന്ഥം അത്ഭുതമായി ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അത് നമ്മൾ അറിയലും പഠിക്കലും അതിൻ്റെ സന്ദേശങ്ങളെ കൂടുതൽ മനസ്സിലാക്കലും നമ്മുടെ ആവശ്യമാണ്. ഈ റമദാൻ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാനും നമുക്ക് സാധ്യമായി തീരണം. എല്ലാ അർത്ഥത്തിലും മാറ്റത്തിനുള്ളൊരു മാസമായി ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.